ദേശീയപാത ഉദ്ഘാടനം. ബിജെപിയുടെ തന്ത്രം പൊളിഞ്ഞു. പ്രധാനമന്ത്രിയെ കൊണ്ടുവന്നതും മന്ത്രി റിയാസിനെ തഴഞ്ഞതും തിരിച്ചടിയായി. ദേശീയപാതയുടെ ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിനെ ഒഴിവാക്കിയതോടെ ആ ചടങ്ങ് തന്നെ ബഹിഷ്കരിച്ചാണ് ഇടതുപക്ഷ സർക്കാർ തിരിച്ചടി നൽകിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്ത ദേശീയപാത 66ന്റെ ഉദ്ഘാടന പരിപാടി ഇതോടെ ദേശീയ ശ്രദ്ധ നേടിയിരിക്കുകയാണ്. പ്രധാനമന്ത്രിക്കും ഈ സംഭവം നാണക്കേടായി തീർന്നിട്ടുണ്ട്. NH-66 തലപ്പാടി വെങ്ങളം രാമനാട്ടുകര 6 വരിപ്പാതയുടെ ഉദ്ഘാടന ചടങ്ങിൽ നിന്നാണ് വകുപ്പ് മന്ത്രിയെ തന്നെ ഒഴിവാക്കിയത്. ഇത് ബോധപൂർവമാണെന്നാണ് ഇടതുപക്ഷം ആരോപിക്കുന്നത്. സംസ്ഥാന സർക്കാരും പൊതുമരാമത്ത് വകുപ്പും വകുപ്പ് മന്ത്രിയായ മുഹമ്മദ് റിയാസും എല്ലാം ഈ പദ്ധതി നടപ്പാക്കാനെടുത്ത ഇടപെടലുകൾ കേന്ദ്ര സർക്കാരും BJPയും എത്രയൊക്കെ മറച്ചുവെക്കാൻ ശ്രമിച്ചാലും അതൊന്നും തന്നെ കേരളത്തിൽ വില പോവുകയില്ല. ഭൂമി ഏറ്റെടുക്കലിന് ഉൾപ്പെടെ വലിയ തുക നൽകിയത് സംസ്ഥാന സർക്കാരാണ്. ദേശീയപാത നിർമ്മാണത്തിൽ എല്ലാ നിലയിലും സംസ്ഥാന സർക്കാർ ഇടപെട്ടിട്ടുണ്ട്. ഇന്ത്യയിൽ ആദ്യമായി ദേശീയപാത വികസനത്തിന് സംസ്ഥാന സർക്കാർ പണം ചെലവഴിച്ചിരിക്കുന്നത് NH-66-നാണ്. 5600 കോടിയാണ് ഇത്തരത്തിൽ ദേശീയപാതയ്ക്ക് വേണ്ടി ചെലവഴിച്ചത്. കടമെടുപ്പ് പരിധിയിൽ കൂടി ഉൾപ്പെടുത്തിയപ്പോൾ 12000 കോടിക്ക് തുല്യമായി ഈ തുക മാറിയിട്ടുണ്ട്. എല്ലാ റീച്ചുകളുടെയും റിവ്യൂ യോഗങ്ങൾ കൃത്യമായി തന്നെ പൊതുമരാമത്ത് വകുപ്പ് നടത്തിയിട്ടുമുണ്ട്. ഇതെല്ലാം കണ്ടാണ് മുൻപ് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി തന്നെ സംസ്ഥാന സർക്കാരിന്റെ ഇടപെടലിനെ പ്രത്യേകം അഭിനന്ദിച്ചത്. എന്നിട്ടും മന്ത്രിയെ തടഞ്ഞത് എന്തിനാണെന്നാണ് പ്രതിപക്ഷം പോലും ഇപ്പോൾ ചോദിക്കുന്നത്. കേന്ദ്രമന്ത്രിമാരായ നിതിൻ ഗഡ്കരി, ഹർദീപ് സിംഗ് പുരി, പ്രഹ്ലാദ് വെങ്കടേഷ് ജോഷി, അശ്വിനി വൈഷ്ണവ്, ശിവരാജ് സിംഗ് ചൗഹാൻ, അജയ് തംത, ഹർഷ് മൽഹോത്ര, കമലേഷ് പസ്വാൻ, ഡോക്ടർ ചന്ദ്രശേഖർ പൈമസാനി, സുരേഷ് ഗോപി, ശ്രീപാദ് യെസ്സോ നായിക്, വി സോമണ്ണ, രവ്നീത് സിംഗ്, ജോർജ് കുര്യൻ, കേരള ഗവർണർ തുടങ്ങി BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരെ വരെ ക്ഷണിച്ച പരിപാടിയിൽ നിന്നും മന്ത്രി റിയാസിനെ ഒഴിവാക്കിയത് എന്തിന്റെ പേരിലായാലും അതൊരിക്കലും ന്യായീകരിക്കാനാകില്ല. അതുകൊണ്ടാണ് ദേശീയപാത വികസന പദ്ധതിയുടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിക്കാനിരിക്കെ പൊതുമരാമത്ത് വകുപ്പ് മുഹമ്മദ് റിയാസ് റോഡ് ഷോ നടത്തി പ്രതിഷേധം പ്രകടിപ്പിച്ചിരിക്കുന്നത്. വെങ്ങളം രാമനാട്ടുകര റീച്ചിലാണ് മന്ത്രിയുടെ നേതൃത്വത്തിൽ റോഡ് ഷോ നടത്തിയത്. ഇതിനു മുൻപ് കാസർഗോഡ് നുള്ളിപ്പാടിയിൽ CPM MLA ആയ CH കുഞ്ഞമ്പു MLAയുടെ നേതൃത്വത്തിൽ സമാന്തര ഉദ്ഘാടനവും നടത്തിയിട്ടുണ്ട്. ദേശീയപാതയുടെ 1ാം റീച്ചാണ് MLA നാട് മുറിച്ച് ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത്. കൊച്ചിയിൽ പ്രധാനമന്ത്രി ലാൻഡ് ചെയ്യും മുമ്പായിരുന്നു സമാന ഉദ്ഘാടനം നടന്നത് എന്നതും ശ്രദ്ധേയമാണ്. നിലവിലെ ഈ വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ മന്ത്രിയും കേരള സർക്കാരും ഈ പദ്ധതി നടപ്പാക്കാൻ വേണ്ടി എടുത്ത കാര്യങ്ങളാണ് ഇപ്പോൾ പരക്കെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതെന്തായാലും നടക്കാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിനും മുഹമ്മദ് റിയാസിനും ഈ വിവാദങ്ങൾ വലിയ ഗുണമായിരിക്കും ചെയ്യുക എന്ന കാര്യത്തിൽ തർക്കമില്ല. പ്രധാനമന്ത്രി പങ്കെടുത്ത പരിപാടി തന്നെ സംസ്ഥാന സർക്കാർ ബഹിഷ്കരിച്ചതോടെ മോദി സർക്കാരിനെ നേരിട്ട് വെല്ലുവിളിക്കുകയാണ് സംസ്ഥാന സർക്കാർ ചെയ്തിരിക്കുന്നത്. മോദിയുടെ B ടീമാണ് പിണറായി സർക്കാർ എന്ന UDF സർക്കാരിന്റെ വാദത്തിന്റെ മുനയും ഈ ഒറ്റ സംഭവത്തോടെ സംസ്ഥാന സർക്കാരിന് ഒടിച്ചു കളയാൻ കഴിഞ്ഞു. വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഇതൊരു വലിയ പ്രചാരണ വിഷയമായിരിക്കുമെന്ന കാര്യത്തിലും സംശയം വേണ്ട. മന്ത്രി മുഹമ്മദ് റിയാസിന് ബേപ്പൂരിലും ഇനി കാര്യങ്ങൾ വളരെ എളുപ്പമാകും. മുഹമ്മദ് റിയാസ് എന്ന പേരാണോ കേന്ദ്ര സർക്കാരിന് ബുദ്ധിമുട്ടുണ്ടാക്കിയത് എന്ന ചോദ്യമാണ് പല കോണുകളിൽ നിന്നും ഇപ്പോൾ ഉയർന്നു വരുന്നത്. ഇത് BJPക്ക് വരുന്ന തിരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല.